എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ മറ്റൊരു പുതിയ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലെക്ചറിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, സ്ട്രെസ്സസ് ഇൻ വേരിയിങ് സെക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇലോങ്ങേഷൻ, കോമ്പോസിറ്റ് ബാർസിലുള്ള അതിൻ്റെ ഇലോങ്ങേഷൻ എന്നീ പോർഷൻസാണ് നമ്മൾ ഈ ലെക്ചറിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ലെക്ചറിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. അതായത് നിങ്ങൾ മുമ്പേ പഠിച്ച അല്ലെങ്കിൽ ഇതിന് മുമ്പേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ ഒരു ഷീറ്റിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പത്തെ ലെക്ചറിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ? എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിൽ സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിനിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അല്ലെങ്കിൽ സ്ട്രെസ് ഇസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ അതിലെ കോൺസ്റ്റന്റ് ആണ് ഇ എന്ന് പറയുന്ന യങ്സ് മോഡുലസ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് മോഡുലസ്. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ, വേർ സിഗ്മ ഈസ് കോൾഡ് സ്ട്രെസ് ആൻഡ് എപ്സിലോൺ ഈസ് സ്ട്രെയിൻ. ഓക്കെ, ഇതിന് നൊട്ടേഷൻസ് ഒക്കെ പലരും പല രീതിയിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. മിക്കപ്പോഴും ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് പെർ ഏരിയ. എന്ത് തരം ഫോഴ്സ് ആണ്? റെസിസ്റ്റിംഗ് ഫോഴ്സ് പെർ ഏരിയ. അതായത് ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് ഏത് ഏരിയയിലാണോ ആക്ട് ചെയ്യുന്നത് ആ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ആ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ബൈ ആ ഏരിയ. എപ്സിലോൺ അല്ലെങ്കിൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിൻ ലെങ്ത്. എത്രത്തോളം ഇലോങ്ങേഷൻ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടായി അത് ഡിവൈഡഡ് ബൈ അതിൻ്റെ മുൻപത്തെ യഥാർത്ഥ ഇലോങ്ങേഷൻ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ സിഗ്മയുടെയും സ്ട്രെയിൻ്റെയും വാല്യൂ നമ്മൾ ഇതിൽ ഇടുകയാണെങ്കിൽ, അതായത് പി ബൈ എ, ചിലത് എഫ് ആയിരിക്കും, ചിലർ ആർ ആയിരിക്കും പറയുക. എന്തായാലും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ പി ആയിട്ടാണ് റെസിസ്റ്റിംഗ് ഫോഴ്സിന് എടുക്കുന്നത്. അപ്പോൾ ഈ പി ബൈ എ സിഗ്മയ്ക്ക് പകരം ഞാനിവിടെ പി ബൈ എ ഇട്ടു, ഇവിടെ ഡി എൽ ബൈ എൽ ഇട്ടു. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇൻറ്റു ഡി എൽ, വേർ ഡി എൽ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ. സോ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇനി വരുന്ന സെഷൻസിൽ. ഇലോങ്ങേഷൻ എന്ന് പറയുന്ന ഒരു ബാറിന്റെ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് പി എൽ ബൈ എ ഇ ആണ്. ഓക്കെ, ഇത് കൂടാതെ മുമ്പത്തെ ഉണ്ടായിരുന്ന പല കോൺസെപ്റ്റ്സിലെയും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ സോൾവ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ അല്ലെ, ഡി ബി ബൈ ബി ബൈ ഡി എൽ ബൈ എൽ. ഓക്കെ, സോറി, ലീനിയർ സ്ട്രെയിൻ ബൈ ലാറ്ററൽ സ്ട്രെയിൻ. ഓക്കെ, അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ്. ഇതിന്റെ ഹുക്സ് ലോന്റെ അതേ ലോ തന്നെയാണ് ഇവിടെയും. ഇവിടെ നോർമൽ സ്ട്രെസ് ബൈ നോർമൽ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ് എങ്കിൽ ഇവിടെ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ് എന്ത്? ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത്. അതിന് ജി എന്നോ സി എന്നോ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിന്റെ ടേംസ് ഒക്കെ ഞാൻ തന്നിട്ട് ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോള്യൂമെട്രിക് സ്ട്രെയിൻ. വോള്യൂമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ വി ആണ്. ഓക്കെ, അത് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ, ആൻഡ് ദീസ് ആർ ദ 4 ഇക്വേഷൻസ്. ഈ 4 ഇക്വേഷനാണ് റിലേഷൻ ബിറ്റ്വീൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലാസ്റ്റിക് കോൺസ്റ്റൻസിന്റെ റിലേഷനെ യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻസ് ആണ് ഈ 4. ഈ 4ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതെല്ലാം ബേസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പോർഷനിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇത് നിങ്ങൾ പലപ്പോഴും കേട്ടതായിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയായിരിക്കും. പ്ലസ് ടുവിലും പ്ലസ് വണ്ണിലും ഒക്കെ നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താണ് പറയുന്നത് വെച്ചാൽ ബേസിക്കലി എല്ലാ കാര്യങ്ങൾക്കും ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എല്ലാ കാര്യങ്ങൾക്കും അല്ല, പല കാര്യങ്ങൾക്കും പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ചാർജസിന് ഉണ്ട്, ഫോഴ്സസിനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളൊരു ബക്കറ്റിൽ ഒരുപാട്
ആപ്പിൾ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഈ ആപ്പിളിന്റെ ഈ ബക്കറ്റിന്റെ മൊത്തം കനം എന്ന് പറയുന്നത് ഓരോ ആപ്പിളിന്റെയും വെയിറ്റിന്റെ സമ്മേഷൻ ആയിരിക്കും അല്ലെ. അതേപോലെ തന്നെയുള്ളൂ ഇത്. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ഒബ്ജക്റ്റില് ഇപ്പൊ ചാർജസിന്റെ കേസിലാണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റില് ഒരുപാട് ചെറിയ 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 ചാർജസ് ഓരോ അതിന്റെ സർഫസിലും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ മൊത്തം ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു ഈ ചെറിയ ചാർജുകളെ എല്ലാത്തിനെയും കൂട്ടുന്നതാണ് മൊത്തം ചാർജ് എന്ന്. സോ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ ദർ ആർ നമ്പർ ഓഫ് ലോഡ്സ് ആക്ടിംഗ് ടുഗദർ in an elastic material, the resultant strain will be the sum of individual strain caused by each load acting separately. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റില് ഇങ്ങനെ 2-3 സെക്ഷൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതില് ഒരു ഫോഴ്സ് ആഡ് ചെയ്യുന്നു. ഓക്കെ, സേ പി എന്നുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് മൊത്തത്തിലൊരു ഇലോങ്ങേഷൻ ഉണ്ടാവും അല്ലേ. ഇത് ഈ 2 സൈഡിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഇലോങ്ങേഷൻ ഉണ്ടാവും DL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് കാരണം ആദ്യത്തെ സെക്ഷന് ഉണ്ടാകുന്ന ഇലോങ്ങേഷനാണ് DL1, രണ്ടാമത്തെ സെക്ഷന് ഉണ്ടാക്കുന്നതാണ് DL2, മൂന്നാമത്തെ സെക്ഷന് ഉണ്ടാക്കുന്നതാണ് DL3. അപ്പോൾ ഈ DL ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിലുണ്ടാവുന്ന ഇലോങ്ങേഷൻ പ്ലസ് ഇതിലുണ്ടാവുന്ന ഇലോങ്ങേഷൻ പ്ലസ് ഇതിലുണ്ടാവുന്ന ഇലോങ്ങേഷൻ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. DL = DL1 + DL2 + DL3. ഇനി നമുക്ക് ഒന്നുകൂടി ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെൻ ദർ ആർ നമ്പർ ഓഫ് ലോഡ്സ് ആക്ടിങ് ടുഗദർ ഇൻ, ഒരുപാട് ലോഡ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ സ്ട്രെയിൻ വിൽ ബി, ഈ DLന്റെ ആണ് ടോട്ടൽ സ്ട്രെയിൻ അല്ലെങ്കിൽ റിസൾട്ടന്റ് സ്ട്രെയിൻ, will be the sum of individual strain caused by each load acting separately. ഇപ്പൊ ഇതിന് പകരം ഇവിടെ ഒരു പി ഉണ്ട്, ഇവിടെ ഒരു പി, അങ്ങനെ ലോഡ്സും ചിലപ്പോൾ വേറെ വേറെ. ഇവിടെ ഞാൻ ഒരു സിംഗിൾ ലോഡ് ആണെങ്കിൽ ഇത് വേറെ വേറെ ലോഡ് ആണെങ്കിൽ ഇതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് DL = ഇതിന്റെ ഓരോ സെക്ഷന്റെയും സമ്മേഷൻ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ഇറ്റ് സ്റ്റേറ്റ്സ് എ ഡിഫ്ലക്ഷൻ അറ്റ് എ ഗിവൺ പോയിന്റ് ഇൻ എ സ്ട്രക്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ സെവറൽ ലോഡ്സ് ആക്ടിംഗ് സൈമൾട്ടേനിയസ്ലി on structure can be found by superimposing deflections at same point produced by loads acting individually. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് പറയുന്നത്. രണ്ട് നിങ്ങൾക്ക് തരുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ ഇത് 2 ടൈപ്പ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഓക്കെ, രണ്ടും പറയുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ABCD, അതിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള 3 സെക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, 3 സെക്ഷനായിട്ട്, ഈ സെക്ഷനിൽ ഫോഴ്സ് P ആക്ട് ചെയ്യുന്നു, AB-യിൽ, BC-യിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അതേപോലെ CD-യിൽ ആക്ട് ചെയ്യുന്നു. ഇതിന്റെയൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇലോങ്ങേഷൻ DL1, DL2, DL3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ഇലോങ്ങേഷൻ DL എന്ന് പറയുന്നത് ഇത് 3നെയും കൂട്ടുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇത്. ഇത് വളരെയധികം യൂസ് ചെയ്യുന്ന, നമ്മൾ പ്രോബ്ലംസിൽ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ജസ്റ്റ് പറയാണ്. ഇപ്പം ഇങ്ങനെ ഒരു ബാർ ഉണ്ട്. ഇത് ആക്ച്വലി ഒരു കോമ്പോസിറ്റ് ബാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ A1, A2, A3 എന്ന് പറഞ്ഞിട്ടുള്ള 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉള്ള ഒരു ബാറാണത്. ഓക്കെ, അതിൽ ഒരു ആക്സിയൽ ഫോഴ്സ് ഉണ്ട് P എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത്തും അത് L1, L2, L3 ആണ്. അപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞു DL എന്ന് പറയുന്നത് PL/AE ആണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനിൽ എന്താ പറയുന്നത്, ആദ്യത്തെ ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇലോങ്ങേഷൻ ആണ് എന്ത്, P. ഈ A1 മാത്രം ഉണ്ടാകുന്ന ഇങ്ങനെ ഈ ഒരു ഇലോങ്ങേഷനെ നമ്മൾ DL1 എന്ന് കൊടുത്താൽ അതെന്ന് പറഞ്ഞാൽ PL1/A1E ആണ് അല്ലേ. L1 ഇവിടെ P കോൺസ്റ്റന്റ് ആണ് ഈ മെറ്റീരിയലില്.
സേ ഇയും കോൺസ്റ്റന്റ് ആണ്, കാരണം മെറ്റീരിയൽ മാറുന്നില്ല. ഓക്കെ, സോ ഒരേ മെറ്റീരിയൽ ആണ്. ഇതിപ്പോൾ ഇത് സ്റ്റീലാണെങ്കിൽ ഇത് മൂന്നും സ്റ്റീൽ തന്നെയാണ്. ഓക്കെ, ബാക്കി രണ്ടും സ്റ്റീൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാം മെറ്റീരിയൽസ് സെയിം ആണ്, റൈറ്റ്? അപ്പം അങ്ങനെയാകുമ്പോൾ പിയും ഇയും കോൺസ്റ്റന്റ് ആയിരിക്കും, L1 A1 മാത്രമേ മാറുന്നുള്ളൂ. സിമിലർലി ഇവിടെ അങ്ങനെ തന്നെയാണ്. A2 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് L2 വ്യത്യാസമുണ്ട്, അപ്പോൾ അതിനൊരു ഇലോങ്ങേഷൻ DL2 ആയിരിക്കും. DL2 എന്ന് പറഞ്ഞാൽ PL2/A2E. ഓക്കെ, അതേപോലെ A3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫോഴ്സ് സെയിം ആണ്, ലെങ്ത് L3, ഇലോങ്ങേഷൻ നമ്മൾ DL3 ആയിട്ട് എടുക്കുക. DL3 എന്ന് പറഞ്ഞാൽ PL3 ഇതിന്റെ ഏരിയ A3 ആണ് ഇൻറ്റു E. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ഇലോങ്ങേഷൻ എന്താണ്? DL എന്ന് പറഞ്ഞാൽ DL1 പ്ലസ് DL2 പ്ലസ് DL3, ഇതിനെ മൂന്നിനെയും കൂട്ടുക. അപ്പോൾ PL1/A1E പ്ലസ് PL2/A2E പ്ലസ് PL3/A3E. ഇപ്പം DL എന്ന് പറയുന്നത് പിയും ഇയും ഇവിടെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുക്കുന്നു. L1/A1 പ്ലസ് L2/A2 പ്ലസ് L3/A3. ഓക്കെ, അപ്പോൾ ഇതൊരു ബേസിക് കോൺസെപ്റ്റ്, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. സി, ഇപ്പൊ ഇതിൽ ഏരിയ കോമൺ ആണ്, ഇതിന് മൂന്നിൻ്റെ ഏരിയ ഒന്നാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? P/E, ഈ എയും കൂടി പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഇനി ലെങ്ത് ആണ് സെയിം എങ്കിൽ L പുറത്തേക്ക് ഇടുക, PL/E ഇൻറ്റു 1/A1 പ്ലസ് 1/A2 പ്ലസ് 1/A3 എടുക്കുക. ഇനി ഇൻ കേസ് മെറ്റീരിയൽ മാത്രം മാറും, ലെങ്ത്തും ഏരിയയും എല്ലാം സെയിം ആണ്, മെറ്റീരിയൽ മാത്രമാണ് മാറുന്നതെങ്കിലോ, ഇപ്പോൾ PL/A ഇൻറ്റു 1/E1 പ്ലസ് 1/E2 പ്ലസ് 1/3, മൂന്നും വേറെ വേറെ മെറ്റീരിയൽ ആണെങ്കിൽ അപ്പം ഏതൊക്കെയാണ് വേരിയിങ് എന്നുള്ളത്, അത് ഫോഴ്സ് ആവാം, ലെങ്ത് ആവാം, ഏരിയ ആവാം, യങ്സ് മോഡുലസ് ആവാം, അതിനനുസരിച്ച് നമ്മൾ ഈ ഇക്വേഷനെ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ പ്രോബ്ലംസ്, ഞാൻ ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷനിലാണ് പ്രോബ്ലംസ് ചെയ്യുക, അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെസ്സസ് ഇൻ വേരിയിങ് സെക്ഷൻസ്. സോ വേരിയിങ് സെക്ഷൻസ് ഇപ്പോൾ പറഞ്ഞ സെയിം കോൺസെപ്റ്റ്സ് തന്നെയാണ്, ഒന്നുകൂടി അതിനൊന്ന് ക്ലിയർ ആക്കുന്നു അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു സർക്കുലർ ബാറാണ്, അതിന് ഡയമീറ്റർ D1, ഇത് D2, ഇത് D3. ഓക്കെ, സോ അതിൻ്റെ ലെങ്ത്തും വേരി ചെയ്യുന്നുണ്ട്, L1, L2, L3. ഇപ്പോൾ വേരിയിങ് സെക്ഷൻസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇതിന് സ്ട്രെസ്സസ് ഇൻ വേരിയിങ് സെക്ഷൻസ് അല്ല പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? σ1 ആണ് ഇതിന്റെ സ്ട്രെസ് എന്നെങ്കിൽ P/A1. ഇവിടെ P എന്ന് പറയുന്നത് കോമൺ ആണ്, മൂന്ന് സെക്ഷനിലും കോമൺ ആണ്. P/A1 ഒന്നാമത്തതിന്റെ ഏരിയ, ലോഡ് ബൈ ഏരിയ അല്ലേ, അല്ലെങ്കിൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ π/4 × d1². ഇത് കോമൺ ആയിട്ട് നമുക്ക് സർക്കുലർ സെക്ഷൻ ആവുകൊണ്ട് അതിന്റെ ഏരിയ π/4 d² ആണ്. ഓക്കെ, ഇനി അതേപോലെ സെക്ഷൻ 2ന്റെ നമ്മുടെ σ2 എന്ന് പറയുമ്പോൾ P/A2 ഈക്വൽ ടു P/π/4 അതിന്റെ ഏരിയ എഴുതാം. സെക്ഷൻ 3യും അതേപോലെ തന്നെ P/A3 ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ ഇതായിരിക്കും സെക്ഷൻ സ്ട്രെസ്സസ് ഇൻ വേരിയിങ്സ്. അപ്പോൾ ഓരോ സ്ട്രെസ്സിനും സ്ട്രെസ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് ഏരിയ എന്ന് കൊടുത്താൽ തെറ്റും, കാരണം ഇവിടെ വേരിയിങ് ആണ്. അപ്പോൾ ഏരിയ ഓരോ സെക്ഷനിലും സ്ട്രെസ്സസ് മാറും, ഏരിയ മാറുന്നതിനനുസരിച്ച് സ്ട്രെസ്സും മാറുന്നു. ഓക്കെ, സി, ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു സെക്ഷൻ, 3 തരം സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഓരോ സെക്ഷൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റുകൾ പോലെയല്ല, അവിടെയൊക്കെ കോമൺ ആയിട്ടുള്ളൊരു ഫോഴ്സ് P ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, ഓരോ സെക്ഷനിലും ഓരോ ഫോഴ്സ് ഉണ്ടാവണം. അപ്പം ഇതിന് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എന്താണ്, ഈ ഭാഗത്തേക്കുള്ള ഫോഴ്സും ഈ ഭാഗത്തേക്കുള്ള ഫോഴ്സും സെയിം ആയിരിക്കണം. അങ്ങനെയായാലേ ഇക്വിലിബ്രിയം ആവുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്, ഒരു ഒബ്ജക്റ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യും അല്ലേ. ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സും ഈക്വൽ ആയില്ലെങ്കിൽ എന്താണ്, ഇത് ഇങ്ങോട്ട് പോകും അല്ലേ. സോ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഫോഴ്സസ് ടുവേർഡ്സ് ലെഫ്റ്റിലേക്ക് പോകുന്ന ഫോഴ്സ് ഏതാ, ഇതെല്ലാം റൈറ്റിലേക്കാണ്. അപ്പോൾ ഇത് 100. അപ്പോൾ ആ റൈറ്റിലേക്ക് പോകുന്ന ഫോഴ്സും 100 ആയിരിക്കണം. അപ്പോൾ 50, 30, 20 കൂട്ടിക്കഴിഞ്ഞാൽ 100 കിട്ടും. അപ്പോൾ സിസ്റ്റം എന്തായി, ഇക്വിലിബ്രിയത്തിലായി. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ അവർ ഇതിലെ ഏതെങ്കിലും ഒരു വാല്യൂ തരില്ല.
എന്നിട്ട് പറയും ആ ഫോഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 30ഉം 50ഉം പ്ലസ് പി ഈക്വൽ ടു 100 കൊടുക്കുക. അപ്പോൾ പി കിട്ടും. ഓക്കെ, സോ ഈ കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഇലോങ്ങേഷനാണ്. അപ്പോൾ ഇലോങ്ങേഷൻ ഇതിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ഇലോങ്ങേഷൻ A1ൻ്റെ 1 എന്നുള്ള സെക്ഷൻ്റെ ഇലോങ്ങേഷൻ പ്ലസ് 2 എന്നുള്ള സെക്ഷൻ്റെ ഇലോങ്ങേഷൻ പ്ലസ് 3 എന്ന സെക്ഷൻ്റെ ഇലോങ്ങേഷൻ. ഓക്കെ, സോ അതെങ്ങനെ കണ്ടുപിടിക്കുക? DL1 = PL1/A1E അല്ലേ? പി കോമൺ ആണ് ഇവിടെ, സോറി പി കോമൺ അല്ല, ആക്ച്വലി ഇവിടെ എല്ലാം P1 P2 P3 വരും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എടുത്തു. ഇവിടെ ഈ ഡയഗ്രത്തിൽ ഇവിടെ 100 കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങോട്ട് എത്രയേ ഉള്ളൂ? 30 ഉള്ളൂ, റൈറ്റ് അല്ലേ? 30 മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയാകുമ്പോൾ ആ സെക്ഷനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. അപ്പം ഇതിൽ ലീസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എത്രയാണ്? 30. അതിനെടുക്കാം. ഇങ്ങോട്ട് 30 കൊടുത്തു. അപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് 30 തന്നെ ആവണം, എന്നാലേ അത് ഇക്വിലിബ്രിയത്തിലാവുകയുള്ളൂ. അപ്പോൾ എന്താ, ഇവിടെ ആക്ച്വലി 100 ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വേണ്ടത്. അപ്പോൾ ഈ 100ൽ നിന്ന് 30 കുറച്ചാൽ 70 കിട്ടും. അപ്പോൾ 70 ബാക്കിയുണ്ട് എങ്ങോട്ട്? ലെഫ്റ്റിലേക്ക് പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത സെക്ഷൻ എടുത്തു. അവിടെ ഈ ഡയറക്ഷനിലേക്ക് 50 പോകുന്നത്, 50 ന്യൂട്ടറാണ് പോകുന്നത്. അപ്പോൾ എന്തായി, ഈ 70ൽ നിന്ന് ഒരു 50 ഇങ്ങോട്ടെടുത്തു. ഓക്കെ, 70 ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ അതിൽ നിന്ന് ഒരു കട എടുത്തു, 50 ഇങ്ങോട്ടെടുത്തു. അപ്പോഴും എത്രയാണ്? ബാക്കി 20 ഉണ്ട്. അപ്പോൾ ഇവിടെ 50 ഓക്കെ, ഈ 20 എടുത്ത് ഇങ്ങോട്ട് 20, അപ്പോൾ ആ 20 ഇവിടെ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരിക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഞാൻ. ടോട്ടൽ 100 അതേപോലെ ഇവിടെ എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇതിന് ഓരോന്നിനെയും പിരിച്ചെഴുതുമ്പോൾ ഏറ്റവും ചെറിയ വാല്യൂവിൻ്റെ സെയിം വാല്യൂ തന്നെ ബാക്കിയുള്ള വാല്യൂ ഇവിടെ എഴുതുക. അങ്ങനെ അവസാനം എന്താണ്? ഇവിടെ 0 വന്നു അല്ലേ? 20 ആകുമ്പോൾ ബാക്കി 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ DL1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോഴ്സ് എത്രയാ? 30 ഇൻറ്റു ലെങ്ത് അറിയില്ല, L1/A1 ഇൻറ്റു E. ഇതാണ് ഇതിൻ്റെ. ഓക്കെ, DL1. DL2 പറയുമ്പോൾ ഇവിടെ 50 മാറി. ഓക്കെ, ഇവിടെ 20 ആയി. ഓക്കെ, അതിനെ എല്ലാത്തിനെയും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇത് ഈ ഒരു എക്സ്പ്രഷൻ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. DL = PL/AE എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആവുക. ആ PL/AEയിൽ ഏതൊക്കെ സാധനങ്ങൾ വേരി ചെയ്യുന്നു അത്രയും സാധനങ്ങളെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ബാർസ് ഓഫ് കോമ്പോസിറ്റ് സെക്ഷൻ. ഇതും സിമ്പിൾ ടോപ്പിക്കാണ്. ഇവിടെ ഈ കോമ്പോസിറ്റ് സെക്ഷൻ എന്താണ് എന്ന് വെച്ചാൽ, എ ബാർ മേഡപ്പ് ഓഫ് 2 or more bars of equal length but different materials rigidly fixed with each other and behaving as one unit for elongation and shortening when subjected to axial loads are called as composite bars. അതായത് ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബാറിൽ ഇപ്പൊ ഇത് കോപ്പർ ആണെങ്കിൽ ഇത് സ്റ്റീൽ, ഇത് അലുമിനിയം ആണെങ്കിൽ വേറെ വേറെ മെറ്റീരിയൽസ്, ഇതിനെ ഒരു സെക്ഷനിൽ ജോയിൻ ചെയ്യിപ്പിച്ച് രണ്ടിനും ഒരേപോലെയുള്ള ഫോഴ്സ്, ആക്സിയൽ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ഒരേപോലുള്ള ആക്സിയൽ ഫോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരേ കോമൺ ഫോഴ്സ് ആയിട്ടുള്ള പി ആണ് ഇതിന്റെ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫോഴ്സ് കാരണം ഇതിന് ഇലോങ്ങേഷൻ, സ്ട്രെസ്സസ് ഒക്കെ മാറാം. ഓക്കെ, ഈ കോമ്പോസിറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യങ്സ് മോഡുലസ് ചേഞ്ച് ഉണ്ടാവും. ബട്ട് ഈ കോമ്പോസിറ്റ് സെക്ഷനിൽ എന്താണ്, ഒരു യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഇതിന്റെ ലെങ്ത് രണ്ടിന്റെയും സെയിം ആണ്, അതേപോലെ തന്നെ ഇലോങ്ങേഷനും സെയിം ആയിരിക്കും. ഇറ്റ് ബിഹേവ്സ് ആസ് വൺ യൂണിറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഇലോങ്ങേറ്റ് ചെയ്യും ഒരേപോലെ. ഓക്കെ, ഒരു യൂണിറ്റിനെ പോലെ അത് ഇലോങ്ങേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇനി ഈ ഫോഴ്സ് പി എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യും, ഇതിലേക്കും ഡിവൈഡ് ചെയ്യും. അത് ഈക്വലി ഒന്നും ആവണമെന്നില്ല. ഓക്കെ, ഇപ്പൊ പി 10 ന്യൂട്ടൺ ഞാൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ
അതിൻ്റെ ഒരു ഭാഗം ഇതിലേക്കും അത് എവിടെയാണ് പി ആക്ട് ചെയ്യുന്നത് പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ P1 എന്ന് പറയുന്നത് എന്താണ്? ലോഡ് അപ്ലൈഡ് ഓൺ കോപ്പർ. ഓക്കെ, അതേപോലെ P2 എന്ന് പറഞ്ഞാൽ ലോഡ് അപ്ലൈഡ് ഓൺ സ്റ്റീൽ. അതായത് ഈ ഇവിടെ പാർട്ട് ഓഫ് പി എന്ന് പറയുന്നത് ഈ പിയുടെ ഒരു ഭാഗം തന്നെ ആയിരിക്കും ഇതിലേക്ക് പോകുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ P2ലും ഈ പിയുടെ ഒരു ഭാഗം തന്നെയായിരിക്കും. അപ്പൊ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 10 ന്യൂട്രൺ എന്ന് പറയുന്നത് ഇതിൽ രണ്ടിലും ആക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ലോഡ്സിന്റെ സമ്മേഷനാണ്. ഓക്കെ, ക്ലിയർ? ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് P is equal to P1 plus P2. ഇനി സ്ട്രെസ് ഓൺ കോപ്പർ, അതായത് ഇപ്പൊ ഈ കേസിൽ ഇതിലുണ്ടാവുന്ന സ്ട്രെസ്സും വേറെ ആയിരിക്കും. കാരണം എന്താണ്? ഇപ്പോൾ ഞാൻ ഇവിടെ കോപ്പറിനെ ഞാൻ ഒരു പ്രത്യേക ഫോഴ്സിൽ വലിക്കുന്നതും സ്റ്റീലിനെ ഒരു പ്രത്യേക ഫോഴ്സിൽ വലിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇവിടെ രണ്ടും ഒരേ ഫോഴ്സുമല്ല. അപ്പൊ എത്രത്തോളം ഫോഴ്സ്, അപ്പൊ രണ്ടിനും വേറെ വേറെ സ്ട്രെസ്സസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ σ1 എന്ന് പറയുന്നത് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് P1 ബൈ ഇതിന്റെ ഏരിയ. സ്റ്റീലോ σ2 ഈക്വൽ ടു P2 ബൈ A2. ഓക്കെ, അപ്പൊ അതായത് ടോട്ടൽ ലോഡ് ഓൺ കോപ്പർ എന്ന് പറയുന്നത് ഇതിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക. P1 is equal to σ1 into A1 ആയി ചെയ്യാം. σ2 is equal to P2 is equal to σ2 into A2. ഓക്കെ, അപ്പോൾ ഇതും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ P is equal to σ1 A1 plus σ2 A2. സോ ഞാൻ ഈ ഒരു ഇക്വേഷൻ ഇവിടെ സ്റ്റാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഇതുവരെ പറഞ്ഞ കോൺസെപ്റ്റ്സ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ വളരെ സിമ്പിളാണ്. ആ കോൺസെപ്റ്റിലാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഇതേ കേസ് പോലെ തന്നെയാണ് ഈ കേസിൽ ഒരു സ്ട്രെയിൻഡ് നോക്കി നോക്കൂ. സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇലോങ്ങേഷൻ ബൈ ലെങ്ത് ആണ് അല്ലെ? ഇവിടെ ലെങ്ത് രണ്ടിനെയും സെയിം ആണ്, ഇലോങ്ങേഷനും DL സെയിം ആണ്. കാരണം ഈ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് രണ്ടും ഒപ്പമാണ് ഇതിന് ഇലോങ്ങേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഇൻ ഇലാസ്റ്റിക് ലിമിറ്റിൽ രണ്ടും ഒരേപോലെയാണ് ഇലോങ്ങേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രെയിൻ ഇൻ 1ഉം സ്ട്രെയിൻ ഇൻ 2ഉം വേറെയാണ്. വേറെ സ്ട്രെസ് ഇൻ 1ഉം സ്ട്രെസ് ഇൻ 2ഉം വേരി ചെയ്യും. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ആണ്, ഹുക്സ് ലോയിൽ നമുക്ക് അറിയാം. അപ്പോൾ സ്ട്രെയിൻ 1 ബൈ സ്ട്രെയിൻ 2 എന്ന് പറയുന്നത് ഇവിടെ σ1 ബൈ E1 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ σ2 ബൈ E2. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ കോൺസെപ്റ്റിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ രണ്ട് ഇക്വേഷൻസും. ഓക്കെ, ബാക്കിയെല്ലാം കോൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ഇതിന്റെ കോൺസെപ്റ്റ്സിൽ വളരെ ക്ലിയർ ആയിട്ട് പോവുക. നമ്മൾ ഇപ്പൊ ഈ ടോപ്പിക്കിൽ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറഞ്ഞു, വേരിയിങ് സ്ട്രെസ്സസ് ഇൻ വേരിയിങ് ക്രോസ് സെക്ഷൻസ്, കോമ്പോസിറ്റ് സെക്ഷൻസ്, അതിൽ തന്നെ ഇതിന്റെ എല്ലാം കോൺസെപ്റ്റ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ സെക്ഷന്റെയും ടാപ്പേർഡ് ആയിട്ടുള്ള റെക്ടാങ്കുലറും സർക്കുലർ ആയിട്ടുള്ള സെക്ഷന്റെ ഇക്വേഷൻസ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ രണ്ട് ഇക്വേഷൻസ്. ബാക്കിയെല്ലാം നിങ്ങൾ കോൺസെപ്റ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഇനി അടുത്ത സെഷനിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ഇതിന്റെ ന്യൂമറിക്കൽസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? താങ്ക് യു.